ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും. അതെ ഇല്ലേ? ഇപ്പോൾ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന്, പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. അതെ ഇല്ലേ? മോളിലപ്പോൾ മോളുടെ തെറ്റാണെങ്കിൽ മോളത് ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം. ഈ ഉപ്പും മുളകും സീരിയലുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 7 മാസം മുമ്പേ ഒരു ലൈംഗിക ആരോപണ കേസ് വന്നെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്തായാലും കൂടെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. വിജു സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയുമാണ് ആരോപണം വന്നത്. ആരോപണം മാത്രമല്ല, കേസ് ആവുകയും ചെയ്തു. ഉപ്പും മുളകിൽ ഒരു പ്രധാന നടി തന്നെയാണ് ഈ ആരോപണത്തിന് പിറകിൽ. ഉപ്പും മുളകിന്റെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് ഡ്രസ്സ് മാറുന്നതിനിടയിൽ വിജു സോപാനവും SP ശ്രീകുമാറും ചേർന്ന് തന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഈ നടിയുടെ പരാതി. ഈ നടി ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പേര് പറയാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. എന്തായാലും ആരോപണ വിധേയരായിട്ടുള്ള SP ശ്രീകുമാറും വിജു സോപാനവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീകുമാറിന്റെ കൂടെ ഭാര്യയും നടിയുമായിട്ടുള്ള സ്നേഹ കട്ടക്ക് ഉണ്ടായിരുന്നു. ഇതൊരു വ്യാജ പരാതിയാണെന്നും കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ നടിയുടെ സ്ഥിരം പരിപാടിയാണ് എന്നുമൊക്കെയാണ് സ്നേഹ പറയുന്നത്. ഈ കേസ് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നും വിധി വന്നു കഴിഞ്ഞാണെങ്കിൽ ഈ നടിക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കുമെന്നും ഒക്കെ സ്നേഹ പറയുന്നുണ്ട്. സ്നേഹ നല്ല കലിപ്പിലാണ്, കോൺഫിഡന്റിലുമാണ് എന്നുള്ളതാണ് ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിനിടയിൽ ഉപ്പുമുളകിലെ പ്രധാന നടിയായിട്ടുള്ള നിഷ സാരംഗ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട സാഹചര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ SP ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും ഇന്റർവ്യൂ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നിഷയുടെ ഇന്റർവ്യൂ പുറത്തു വരുന്നത്. നിഷ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ് നിഷ സാരംഗ് ഇന്റർവ്യൂവിൽ ഉടനീളം സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. 99 തൊട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ എത്ര വർഷമായത്? 26 വർഷമായി. 26 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് അഭിനയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വളരെ മനോഹരമായിട്ട് തന്നെ കാണുള്ളൂ. അതിനിടയ്ക്ക് 9 വർഷം വേറൊരു പ്രോഗ്രാമിലായിരുന്നു. ബാക്കിയുള്ള വർഷം മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എന്നെക്കുറിച്ച് ആരും അങ്ങനെ ഒരു മോശം പറയേണ്ട അവസ്ഥയൊന്നും ഞാൻ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം ഒരു അഭിമാനമുണ്ട്. കാരണം ഒരാളും എന്നെക്കുറിച്ച് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് സ്വയം, പിന്നെ ആ ഒരു അഭിമാനം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരാളുടെ മുന്നിൽ തലവിളിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, 26 വർഷമായിട്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ഇതുവരെയും എന്നെ കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരാളുടെയും മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് നിഷ സാരംഗ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ റിയാക്ട് ചെയ്ത് SP ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും ഇന്റർവ്യൂമായി നിഷയുടെ ഇന്റർവ്യൂ കണക്ട് ചെയ്ത് സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. SP ശ്രീകുമാറിനും സ്നേഹക്കുമുള്ള മറുപടി എന്ന നിലക്കാണ് നിഷ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇന്റർവ്യൂവിൽ മുഴുവനും ആ കണക്ഷൻ വരുന്നുണ്ട്. സ്നേഹയും SP ശ്രീകുമാറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ സ്നേഹ പറയുന്നുണ്ടല്ലോ, ഈഗോയുടെ പുറത്ത് സെറ്റിലുള്ള മറ്റുള്ള നടന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നത് ഈ നടിയുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളത്. അതിനെ നിഷ സാരംഗുമായി പറഞ്ഞതിനെ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടി കാണും. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ചേച്ചി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ കാണാതെ നമ്മൾ അറിയാതെ ഒരു സ്ക്രീനിനപ്പുറത്ത് നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടുന്ന മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവര് സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാ ഇല്ലേ, അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല. നമ്മളുടെ ആ കഥാപാത്രങ്ങളെ മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ. ഈ കഥാപാത്രങ്ങൾ എന്നുള്ള മനുഷ്യർക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട് ഇല്ലേ. ആ ലൈഫിൽ ഇവരാരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒന്ന് പറയണു, കുറച്ച് കാര്യങ്ങൾ പറയണു, അത് കേട്ടിട്ടായിരിക്കും അവര് അതിന് കമന്റ്സ് അവര് മറ്റേ വ്യക്തിയെ വിലയിരുത്തുക. പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇല്ലേ. ഓക്കെ, അതായത് SP ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും ഇന്റർവ്യൂ കണ്ടു മാത്രം അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയെ വിലയിരുത്തരുത് എന്നാണ് ഇവിടെ നിഷ പറഞ്ഞു വെക്കുന്നത്. ആരോപണം ഉന്നയിച്ച നടി ആള് ശരിയല്ല എന്ന നിലയിലാണല്ലോ സ്നേഹയും SP ശ്രീകുമാറും സംസാരിച്ച് വെക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന സൂചനയാണ് നിഷ ഇവിടെ നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല. ബാക്കി കണ്ടോക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവര് ഒരാൾ പറയുന്നതിന് എന്താണോ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും, ചീത്തതാണെങ്കിൽ അതിന് മോശം കമന്റ്സ് ഇടും. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരെപ്പോഴും നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകർ തന്നെ കൂടെ ഉള്ളത് ഇല്ലേ. അതുകൊണ്ട് പ്രേക്ഷകർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം പറയുന്ന ആളെപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത്. ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇല്ലേ. ഇപ്പൊ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന്, പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും ഇല്ലേ. മോളുടെ തെറ്റാണെങ്കിൽ മോളത് ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം അല്ലേ. അത് മോളുടെ ചോയ്സാണ്.
പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ്, മോൾക്ക് കറക്റ്റായിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരെന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കുഴപ്പമില്ല, ആ പറയുന്ന ആളുടെ കുഴപ്പമാണ്. പറയുന്ന ആളെന്താണോ പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും ഇല്ലേ, അവർക്ക് അറിയില്ലല്ലോ എന്താണെന്നുള്ളത്. വല്ലതും മനസ്സിലായോ? എനിക്ക് തന്നെ 2 തവണ കണ്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ കത്തിയത്. അതായത് താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നല്ല ബോധ്യമുള്ള ഒരാൾ പൊതുജനത്തിന് മുന്നിൽ വന്ന് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കള്ളം പറയുമ്പോൾ പൊതുജനം അത് വിശ്വസിക്കുമായിരിക്കും. പക്ഷെ അവർ ചെയ്ത തെറ്റല്ലാതെ ആവില്ലല്ലോ എന്നാണ് നിഷ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ ചെയ്ത തെറ്റിനെ മറച്ചു വെക്കാനും പ്രേക്ഷക പിന്തുണ നേടാനും വേണ്ടിയുള്ള നുണകളാണ് ബിജു സോപാനവും SP ശ്രീകുമാറും ഭാര്യ സ്നേഹയും ഇന്റർവ്യൂകൾ വന്നിരുന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ നിഷ ഉദ്ദേശിച്ചത്. പ്രേക്ഷകർ എന്താണ് കേൾക്കുന്നത് അത് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയില്ല എന്ന് നിഷ പറയുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എന്നൊരു ധ്വനി ഇവിടെയുണ്ട്. മാത്രമല്ല തനിക്കെതിരെ സംസാരിക്കുകയും മോശം കമന്റ് ഇടുകയും ചെയ്യുന്ന ആളുകളെയൊന്നും നിഷ ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രേക്ഷകർ ഈ നുണപ്രചരണം നടത്തുന്നവരുടെ വലയിൽ വീണു പോയതാണ് എന്നും അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നും പറയുന്നതിലൂടെ പൊതുജനത്തിന്റെ സപ്പോർട്ട് നേടിയെടുക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നിഷ നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കാണുമ്പോൾ വിഷമം ഉണ്ടാകാറുണ്ട് എന്നും എന്നാലും ഞാൻ അവരൊരിക്കലും കുറ്റപ്പെടുത്തില്ല കേട്ടോ എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തുടർന്നും നിഷ നടത്തുന്നുണ്ട്. നിഷ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു ആർട്ടിസ്റ്റ് അതേ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഒരു ടെക്നീഷ്യനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി. അങ്ങനെ ആ ടെക്നീഷ്യൻ ആ ലൊക്കേഷനിൽ നിന്നും മാറ്റി. എന്നാൽ ആ ടെക്നീഷ്യന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ നിഷ അയാൾക്ക് വേണ്ടി സംസാരിച്ചു, അയാളുടെ നിരപരാധിത്വം തെളിയിച്ചു. അതോടെ ഈ ആർട്ടിസ്റ്റിന് നിഷയോട് വൈരാഗ്യമായി. ഇയാൾ പലതരത്തിലും നിഷയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് നിഷ പറയുന്നത് കേട്ടോക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് പണികളുടെ ധാരയായിരുന്നു. ഒരുപാട് പണികൾ എനിക്ക് വന്നു. ഞാനത് മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അവസാനം എന്നെ എന്താ പറയുക, എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു, കുറേ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കിട്ടും. അത്രയും മൈൻഡ് ചെയ്ത് കിട്ടും. കാരണം വെച്ചാൽ എന്താ പറയുക, എന്നെ മാക്സിമം നാണം കെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു. എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ അതിലോട്ട് ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതങ്ങനെ കൂടി എൻ്റെ വീട്ടുകാർ എന്നോട് മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ്? ഞാൻ പറഞ്ഞ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ദൈവം ഭയങ്കര ശക്തിയുള്ളതാണ്. ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാൻ ഒരു അവസരം എപ്പോഴെങ്കിലും ദൈവം എല്ലാ കാര്യത്തിലും തരും. എല്ലാ കാര്യത്തിലും ദൈവം അങ്ങനെയാണ് അല്ലേ? പറഞ്ഞ മനസ്സിലായല്ലോ. തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരുത്തിയ ആർട്ടിസ്റ്റിനെതിരെ അന്ന് തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അതിനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു എന്നുള്ളതാണ് നിഷ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിഷയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നടക്കുന്ന ബിജു സോപാനും SP ശ്രീകുമാർ വിഷയവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അന്ന് നിഷയ്ക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചത് ബിജു സോപാനമോ SP ശ്രീകുമാറോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാം. അതിന് പകരം വീട്ടാനുള്ള അവസരമായിട്ടും കൂടിയാണ് ഇന്ന് അവർക്കെതിരെ കേസ് ഉണ്ടായത് എന്നും കൂടി നമുക്ക് അനുമാനിക്കാം. ഈ ഇന്റർവ്യൂവിൽ ഉടനീളം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഓരോരോ സൂചനകൾ നിഷ നൽകുന്നുണ്ട്. നിഷയെ കാണുമ്പോൾ തന്നെ ആളാകെ തകർന്നിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ ആ ഊർജ്ജവും പ്രസരിപ്പും ഒന്നും കാണുന്നില്ല. വാക്കുകളിൽ തീക്ഷ്ണതയില്ല. മൊത്തത്തിൽ ഒരു ക്ഷീണം. എല്ലാം അടുത്ത് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളിക്കാർ വന്നിരിക്കുന്നത്. ഉള്ളിൽ നല്ല വിഷമമുണ്ട് എന്ന് ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്റെ അഭിപ്രായത്തിൽ ഈ കേസിൽ 2 ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം സുഹൃത്തുക്കളായിരുന്നവർ തമ്മിൽ അകൽച്ച സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പകയും ഈഗോയും വൈരാഗ്യവുമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേസ് കോടതിയിലുണ്ടല്ലോ, ശരിയും തെറ്റും ആരുടെ ഭാഗത്താണ് എന്ന് വൈകാതെ അറിയാം. അതോ ഇനിയും ഇത് ഒത്തുതീർപ്പായി പോകുമോ എന്ന് കണ്ടറിയാം. ആരോപണം ഉന്നയിച്ച നടി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നാണല്ലോ സ്നേഹ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നത് ബിജു സോപാനവും ആഗ്രഹിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ സ്നേഹവും ശ്രീകുമാറും വിട്ടുകൊടുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഈ കേസിൽ ശ്രീകുമാറിനേക്കാളും ബിജുവിനേക്കാളും ഉത്സാഹം സ്നേഹക്കുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.